നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ചരിത്ര നിമിഷം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല. ശുഭാംശു ഉൾപ്പെടെ 4 പേരെ വഹിച്ചുകൊണ്ടുള്ള ആക്സിയം 4 ദൗത്യത്തിലെ ഗ്രേസ് ക്രൂ ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തു. ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശം. നദികൾ കരകവിഞ്ഞൊഴുകുന്നു. കക്കയം ഡാമിൽ റെഡ് അലർട്ട്. ചൂരൽമല പുന്നപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്ക്. ബെയിലി പാലത്തിലൂടെയുള്ള യാത്രകൾക്ക് നിയന്ത്രണം. കണ്ണൂർ ആറളം ഫാമിൽ ചെത്തുതൊഴിലാളി മിന്നലേറ്റു മരിച്ചു. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് 3 പേരുടെ ചുരുക്കപ്പട്ടിക അംഗീകരിച്ച് UPSC. നിതിൻ അഗർവാൾ, റാവഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവർ പട്ടികയിൽ. MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ADGPമാരെ പരിഗണിക്കണമെന്ന ആവശ്യം തള്ളി. ഭാരതാംബ വിവാദത്തിൽ സർക്കാർ ഗവർണർ പോര് രൂക്ഷം. സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകി. നിലപാടിൽ ഉറച്ച് ഗവർണർ ആർലേക്കർ. ഗവർണർ പക്വത കാണിക്കണമെന്ന് രമേശ് ചെന്നിത്തല. വിവാദത്തിനിടയിൽ ഗവർണറും മന്ത്രി P. പ്രസാദും കേരള കാർഷിക സർവകലാശാലയുടെ വേദിയിൽ ഒരുമിച്ച്. നിലമ്പൂർ തോൽവിയിൽ പാർട്ടിയുടെ വീഴ്ച വിലയിരുത്തി CPM. പാർട്ടി കേന്ദ്രങ്ങളിൽ ശക്തമായ വോട്ട് ചോർച്ചയുണ്ടായി. RSS ബന്ധ പരാമർശത്തിൽ MV ഗോവിന്ദന് പരോക്ഷ വിമർശനം. വർഗീയ ശക്തികളുമായി പാർട്ടി കൂട്ടുകൂടിയെന്ന തോന്നലുണ്ടാക്കി. വിമർശിച്ചത് P. രാജീവും എളമരം കരീമും. ശരിയായ തിരുത്തലില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ച് P. രാജീവ്. ചുരുളി സിനിമ വിവാദത്തിൽ ഏറ്റുമുട്ടി നടൻ ജോജു ജോർജും സംവിധായകൻ ലിജോ ജോസ് പിലശ്ശേരിയും. ഫെസ്റ്റിവലിന് വേണ്ടി നിർമ്മിച്ച സിനിമയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അഭിനയിച്ചതെന്ന് ജോജു. തുണ്ട് കടലാസല്ല, ലിജോ എഗ്രിമെൻ്റ് പുറത്തുവിടണമെന്നും ജോജു. സുരേഷ് ഗോപി ചിത്രത്തിന് റിവൈസിംഗ് കമ്മിറ്റിയുടെ വെട്ട്. ജാനകി vs സ്റ്റേറ്റ്സ് ഓഫ് കേരളയുടെ പേര് മാറ്റാൻ കമ്മിറ്റി നിർദ്ദേശിച്ചെന്ന് സംവിധായകൻ പ്രവീൺ നാരായൺ. സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി. ഇന്ന് ചേർന്ന UPSC യോഗത്തിലാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച 4 പേരിൽ നിന്ന് ആദ്യ 3 പേരുകാരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത്. നിതിൻ അഗർവാൾ, റാവഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചത്. 4 DGPമാരെയാണ് പരിഗണിച്ചത്. ആദ്യ 3 പേരുകാർക്കും എതിരെ യാതൊരു പരാതികളും നിലവിലില്ല എന്നത് ഗുണമായി. പട്ടികയിൽ 4-മനായിരുന്ന മലയാളി മനോജ് എബ്രഹാമിൻ്റെ പേര് UPSC പരിഗണിച്ചില്ല. ആദ്യ 3 പേരുകാരെ പരിഗണിച്ചതോടെയാണ് മനോജ് എബ്രഹാമിനെ ഒഴിവാക്കിയത്. പുതിയ പോലീസ് മേധാവിക്കായുള്ള പട്ടികയിൽ സംസ്ഥാനത്തെ 2 ADGPമാരെ കൂടി സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അത് തള്ളി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടിയുടെ വീഴ്ച വിലയിരുത്തി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി കേന്ദ്രങ്ങളിൽ ശക്തമായ വോട്ട് ചോർച്ച ഉണ്ടായെന്ന വിമർശനം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS പരാമർശത്തിലും നേതാക്കളിൽ നിന്നും പരോക്ഷ വിമർശനം ഉയർന്നു. സംസ്ഥാന സമിതിയും പരാജയ കാരണം ചർച്ച ചെയ്യും. ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും തുടർന്ന് നടക്കുന്ന സംസ്ഥാന സമിതിയുടെയും പ്രധാന അജണ്ട രാഷ്ട്രീയ പോരാട്ടം നടത്തിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തോൽവിയുടെ വിലയിരുത്തലായിരുന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നു പറയുമ്പോഴും പാർട്ടി കേന്ദ്രങ്ങളിൽ ശക്തമായ വോട്ട് ചോർച്ച ഉണ്ടായതായി സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. PV അൻവറിനെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചതായും സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ RSS CPM സഹകരണ പരാമർശം തിരിച്ചടിയായതായാണ് നേതാക്കൾ വിമർശിച്ചത്. മന്ത്രി P. രാജീവും എളമരം കരീമുമാണ് ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചത്. ഇത് തെരഞ്ഞെടുപ്പിന് അവസാന ദിവസങ്ങളിൽ ഏറെ ചർച്ചയ്ക്ക് വഴിവെച്ചതായും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചതായും യോഗത്തിൽ ആരോപണമുയർന്നു. അതേസമയം ഭരണവിരുദ്ധ വികാരം പരിശോധിക്കണമെന്ന ഘടകകക്ഷിയായ CPI ഉൾപ്പെടെ പറയുമ്പോഴും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന പ്രതീതി നിലനിർത്താനാണ് പാർട്ടി ശ്രമം. തെറ്റുകൾ കണ്ടെത്തി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരുത്തലുകൾ നടപ്പാക്കാനാണ് പാർട്ടി തീരുമാനം. സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്ന കണ്ടെത്തലുകളും വിലയിരുത്തലുകളും സംസ്ഥാന സമിതിയും ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഭാരതാംബ വിഷയത്തിൽ പോരിന് ഉറച്ച സർക്കാരും രാജ്ഭവനും പ്രതിഷേധം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്ത് നൽകി. എന്നാൽ ഗവർണറുടെ നിലപാട് അറിയിച്ച് രാജ്ഭവനും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. അതേസമയം ഗവർണറെ പ്രതിഷേധം അറിയിക്കാൻ സർക്കാർ വൈകിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരമാണ് രാജ്ഭവനിലെ ഭാരതാംബ വിഷയത്തിൽ പ്രതിഷേധമറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്തു നൽകിയത്. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രങ്ങളും ബിംബങ്ങളും രാജ്ഭവനിലെ ചടങ്ങിൽ വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കുന്നത്. ഭരണഘടന അംഗീകരിച്ച ചിത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കരുത്. ഔദ്യോഗിക പരിപാടികളിൽ ഇതിന് വിരുദ്ധമായ സാഹചര്യം ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു. എന്നാൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ കത്ത് വൈകിപ്പോയതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. മെയ് 22-ാം തീയതിയാണ് ഈ ആദ്യത്തെ സംഭവം. RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി രാജ്ഭവനിൽ പ്രസംഗിപ്പിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് സംസാരിച്ചത്. പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ട് വിഷയമുണ്ടായത്. പോളിംഗിന്റെ അന്നാണ്, നിലമ്പൂർ പോളിംഗിന്റെ അന്നാണ് ശുഭൻകുട്ടി മന്ത്രിയുമായി വിഷയമുണ്ടായത്. അപ്പോഴൊക്കെ മൗനത്തിന്റെ വാത്മീകത്തിലാണ് മുഖ്യമന്ത്രി വിളിച്ചത്. ഇപ്പോഴാണ് പ്രൊട്ടസ്റ്റ് കൊടുക്കുന്നത്. ഔദ്യോഗികമായൊരു പ്രൊട്ടസ്റ്റ് അന്ന് കൊടുക്കണമായിരുന്നു. അതിനിടെ ഗവർണറിനെ വിമർശിച്ച മന്ത്രി ആർ ബിന്ദുവും രംഗത്തെത്തി. കാവിക്കൊടി ഏന്തി പട്ടുസാരി ഉടുത്ത ഭാരതാംബയെ അംഗീകരിപ്പിക്കാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സർവകലാശാല മതനിരപേക്ഷതയുടെ വേദിയാണ്. അവിടെ ഒരു സെക്യുലർ അന്തരീക്ഷം നിലനിർത്തി മുന്നോട്ട് പോകേണ്ടത് നമുക്ക് അനിവാര്യമായിട്ടുള്ള ചുമതലയാണ്. അതിന് നേതൃത്വം കൊടുക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ. അതേസമയം രാജ്ഭവന്റെ നിലപാടറിയിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രിക്ക് കത്തു നൽകും. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ നടന്ന ക്രമസമാധാന പ്രശ്നങ്ങളും രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി വി. ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിലെ അതൃപ്തിയും അറിയിച്ചുകൊണ്ടുള്ള കത്താണ് സർക്കാരിന് കൈമാറാൻ രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. ഇടുക്കി, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ആതിര, ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ് എന്തൊക്കെയാണ്? ഏതൊക്കെ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്? രാജേഷ്, അടുത്ത 5 ദിവസം കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നേരത്തെ ഓറഞ്ച് അലർട്ട് മാത്രമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ അതിതീവ്ര മഴയുടെ സാഹചര്യം കണക്കിലെടുത്ത് നിലവിൽ 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ മഞ്ഞ അലർട്ടുമാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച 3 ജില്ലകളിൽ ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത വേണമെന്ന് നിലവിൽ റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട്. മഴയുടെ സാഹചര്യം വിലയിരുത്താൻ ജില്ലയിലെ കളക്ടർമാരുമായുള്ള ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഇതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ ഇടുക്കിയിൽ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. ഇടുക്കിയിൽ മൂന്നാർ, മുല്ലപ്പെരിയാർ മേഖലകളിലും പീരുമേട് തുടങ്ങിയ മേഖലകളിൽ അതിതീവ്ര മഴയുടെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. 204 മുതൽ 311.4 മില്ലിമീറ്റർ വരെ മഴ ലഭ്യമാകാനുള്ള സാധ്യതയാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും അധികം മഴ ലഭ്യമാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇടുക്കിയിൽ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും വലിയ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കുക മാത്രമേ നിലവിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളും മറ്റുള്ളവരും സഹകരിക്കണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 29 മുതൽ മഴ ചെറിയ രീതിയിൽ കുറയുകയും ജൂലൈ 3 മുതൽ 10 വരെ ഒരു കാലവർഷത്തിന്റെ തുടക്കത്തിൽ ലഭിക്കുന്ന സ്വാഭാവിക മഴ ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ 10-ന് ശേഷം വീണ്ടും മഴ ശക്തമാകുമെന്നും റവന്യൂ മന്ത്രി ഈ ഉന്നതതല യോഗത്തിന് ശേഷം അറിയിച്ചിരുന്നു. എല്ലാ ജില്ലയിലെയും കളക്ടർമാർ ഉൾപ്പെടെ ഓൺലൈനായി ചേർന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ക്യാമ്പുകൾ തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 31 ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് ആകെ മൊത്തം പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ ക്യാമ്പുകൾ ആവശ്യമാണെങ്കിൽ അത്തരത്തിൽ ആ ക്യാമ്പുകൾ തുടങ്ങാനുള്ള ഉറപ്പുകളും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറപ്പില്ലാത്ത ശക്തമായി കാറ്റിനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഉൾപ്പെടെ മാറ്റാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഇടുക്കി, വയനാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിൽ ആവശ്യമായ ഉപകരണങ്ങൾ സജ്ജീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അധികാര പരിധിയിൽ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ പക്ഷേ ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടില്ല
സാധ്യതയില്ല എന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബെയിലി പാലം തകർന്നെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പരത്തുന്നതിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള വാർത്തകൾ പരത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഇത്തരത്തിൽ ജനങ്ങളെ പരിഭ്രാന്തരാക്കരുത് എന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വാർത്തകൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്യേണ്ടതെന്നും എല്ലാവരും സഹകരിക്കണമെന്ന നിർദ്ദേശവും മന്ത്രി നൽകിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടരും. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 28-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും ചെറുവള്ളങ്ങളും ബോട്ടുകളും കടലിൽ ഇറക്കരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും അടുത്ത 5 ദിവസം, നാളെയും മറ്റന്നാളും അതിശക്തമായ മഴയും 5 ദിവസത്തേക്ക് നേരിയ തോതിലുള്ള മഴയും ഉണ്ടാകുമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ അതീവ ജാഗ്രത നിലനിൽക്കേണ്ട ഒരു സമയമാണെന്ന് മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കണമെന്നുമാണ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജേഷ്. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. മാനന്തവാടി, കൽപ്പറ്റ എന്നിവിടങ്ങളിൽ പുഴയോട് ചേർന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി. കൽപ്പറ്റ മണിയങ്കോടിൽ നിന്നും രതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട്ടിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതായാലും വയനാട്ടിലെ വിവിധ മേഖലകളിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട്. പടിഞ്ഞാറത്തറ ഉൾപ്പെടെ ഭാഗങ്ങളിൽ. ഈ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് കൽപ്പറ്റയിലാണ്. കൽപ്പറ്റ മണിയങ്കോട് ഭാഗത്താണ്. ഇവിടെ കൃഷിയിടങ്ങളടക്കം വെള്ളം കയറിയ ഒരു അവസ്ഥയാണ്. ഒരു ഉന്നതിയിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ്. അതിൽ ആ റോഡ് വേറെ വെള്ളം കയറി മൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഏതായാലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ കാണാം ഒരു കൃഷിയിടം, അതായത് വാഴ കൃഷിയാണ്. അത് പൂർണ്ണമായും വെള്ളത്തിലായി ആകുന്ന ഒരു അവസ്ഥയാണ്. റോഡിലേക്ക് വരെ വെള്ളം കയറി എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഏതായാലും പോകുന്നുണ്ട്. ഏതായാലും ജലനിരപ്പ് ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ ബാണാസുര ഡാമിന്റെ ഒരു ഷട്ടർ ഇന്ന് തുറക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും വൈകുന്നേരം 5 മണിയോടുകൂടി തന്നെ ബാണാസുര ഡാമിന്റെ ഒരു ഷട്ടറിന് 10 സെന്റിമീറ്റർ തുറന്ന് കരമാൻ തോട്ടിലേക്ക് ജലം തുറന്നുവിടാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അവിടെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വെള്ളം കയറുന്ന മിക്ക ഉന്നതികളിലടക്കം ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. കാരണം അത്രത്തോളം അതായത് മാനന്തവാടി, അതോടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരി ഉൾപ്പെടെയുള്ള പല കോളനികളിലും ഉന്നതികളിലും വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നൂൽപ്പുഴയിൽ നിന്നും നിരവധിയായ ആദിവാസി കുടുംബങ്ങളെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് അവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വയനാട്ടിലെ വിവിധ മേഖലകളിൽ കനത്ത മഴ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ചൂരൽമലയിലടക്കം ശക്തമായ രീതിയിൽ തന്നെ മഴയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം, അത് സുരക്ഷ മുൻനിർത്തി തന്നെയാണ് ജനങ്ങളോട് ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. തൃശ്ശൂർ വാഴച്ചാലയിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. ചാലക്കുടി പുഴയിലെ ഒഴുക്കിനെ തുടർന്നാണ് ആന കുടുങ്ങിയത്. പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ ഷട്ടറുകൾ അടച്ച് ആനയെ വനം വകുപ്പ് രക്ഷപ്പെടുത്തി. 3 മണിക്കൂറിലേറെ സമയമെടുത്താണ് ആന പുഴ കടന്നത്. വാഴച്ചാൽ പാലത്തിന് സമീപം രാവിലെ 11 മണിയോടെയാണ് ആനയെ ഒഴുക്കിൽപ്പെട്ട നിലയിൽ ആളുകൾ കാണുന്നത്. ചാർപ്പ റേഞ്ച് ഓഫീസർ അഖിലിൻ്റെയും വാൽപ്പാറ റേഞ്ച് ഓഫീസർ രാജേഷ് കുമാറിൻ്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത്. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് കക്കയം ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരുമെന്ന് KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ജലനിരപ്പ് പരമാവധി 758 മീറ്ററിലെത്തിയാൽ രാത്രിയോടെ 2 ഷട്ടറുകൾ തുറക്കുമെന്നും പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നും KCB അധികൃതർ വ്യക്തമാക്കി. മലപ്പുറം വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ടയാൾ മരിച്ചു. കരുവാക്കുണ്ട് സ്വപ്നക്കുണ്ട് വെള്ളച്ചാട്ടത്തിലാണ് സംഭവം. തരിശ് സ്വദേശി റംഷാദാണ് മരിച്ചത്. 5 പേർ അടങ്ങുന്ന സംഘമാണ് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ഇറങ്ങിയത്. ഒപ്പമുണ്ടായിരുന്ന ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ബാണാസുര സാഗർ ഡാമിലെ സ്പിൽവേ ഷട്ടർ നാളെ ഉയർത്തും. സെക്കൻഡിൽ 50 ക്യൂബിക് വെള്ളം ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കിവിടും. പുഴയുടെ തീരങ്ങളിലുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ എമർജൻസി ഓപ്പറേറ്റിംഗ് സെൻ്ററിലെ 1077 നമ്പറിൽ വിളിക്കാം. ഇന്ത്യക്ക് അഭിമാന നിമിഷം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ലയും സംഘവും അന്താരാഷ്ട്ര നിലയത്തിൽ പ്രവേശിച്ചു. ബഹിരാകാശ നിലയത്തിൽ 2 ആഴ്ച തുടരുന്ന ദൗത്യസംഘം 60-ലേറെ പരീക്ഷണങ്ങൾ നടത്തും. ഈ ഗവേഷണങ്ങളിൽ 31 രാജ്യങ്ങളുടെ പങ്കാളിത്തമുണ്ട്. ഇന്ത്യക്ക് വേണ്ടി 7 പ്രത്യേക പരീക്ഷണങ്ങളും ശുഭാംശു നടത്തും. സൂക്ഷ്മാണുക്കളുടെ വളർച്ച, വികാസം, യാത്രികരുടെ
മസിലുകളുടെ ശോഷണം, വിത്തുകളുടെ വളർച്ച തുടങ്ങിയ ബഹിരാകാശ ശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലുമുള്ള നിർണായകമായ പരീക്ഷണങ്ങളാണ് ഇവ. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിൽ മൈക്രോഗ്രാവിറ്റിയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്താനാണ് മിഷൻ ലക്ഷ്യമിടുന്നത്. ശുഭാൻഷുവിൻ്റെ യാത്രയ്ക്കായി 550 കോടി രൂപയാണ് ഇന്ത്യ ചെലവഴിച്ചത്. 2000 മണിക്കൂറിലധികം യുദ്ധവിമാനങ്ങൾ പറപ്പിച്ച അത്രയും അനുഭവ സമ്പത്തുള്ള ശുഭാൻഷുവിൻ്റെ ചരിത്ര നേട്ടത്തിലേക്കുള്ള യാത്ര കൂടിയാണ് ഇത്. Breaking out here inside of Mission Control Houston in the International Space Station Flight Control Room, and Tibor Kapu, the fourth and final member of Axiom Mission 4, representing Hunor and the nation of Hungary, their first visit to the International Space Station as well. അൻവർ വിഷയം ഇനി ആരും പറയില്ല എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അൻവറിന് നേരെയുള്ള വാതിൽ അടച്ചു കഴിഞ്ഞു. എം.കെ. മുനീറിൻ്റേത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാകാം. എം.കെ. മുനീർ എല്ലാ കാര്യത്തിലും വ്യക്തതയുള്ള ആളാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അല്ല, അതൊന്നും ആരും ഇനി പറയില്ല. അത് പറഞ്ഞവരെല്ലാം അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അത് UDF എടുത്തൊരു തീരുമാനമാണ്. ആ വാതിൽ അടച്ചു. അല്ല, ഏതെങ്കിലും കാലത്ത് അങ്ങനെ ആ വിഷയം വന്നാൽ അപ്പോൾ UDF കൂടി അത് ചർച്ച ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം ഇല്ല. എന്തായാലും ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായമില്ല. അതിനൊക്കെ ഞാൻ എങ്ങനെ മറുപടി പറയുന്നത്? നല്ല ക്ലാരിറ്റി ഉള്ള ആളാണ് ഡോക്ടർ എം.കെ. മുനീർ. നല്ല ക്ലാരിറ്റി. എന്നോട് സംസാരിച്ചപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ആ നിലപാട് UDF എടുത്ത സമയത്ത് അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ എന്നെ കൂടി അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്. ഞാൻ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എല്ലാ കാര്യത്തിനും വ്യക്തതയുള്ള ആളാണ് അദ്ദേഹം. താൻ ക്യാപ്റ്റനെങ്കിൽ രമേശ് ചെന്നിത്തല മേജർ എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പിൻ്റെ ക്രെഡിറ്റ് തനിക്ക് അവകാശപ്പെട്ടതല്ല, ടീം UDFൻ്റെ വിജയമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ടീം UDF ആണ്. ടീം UDF. ഒറ്റ വാചകം ഞാൻ പറഞ്ഞില്ല. വ്യക്തി കേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം. ടീം UDF ആണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റനല്ല, അദ്ദേഹം മേജറാണ്. ഭാരതാംബ വിവാദത്തിൽ ഗവർണർ പക്വത കാണിക്കണമെന്നും ഇത് അനാവശ്യ വിവാദമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. RSSൻ്റെ പതാക പിടിച്ച ഭാരതാംബയെ അംഗീകരിക്കാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഗവർണർ തന്നെ മുൻകൈയെടുത്ത് വിവാദത്തിൽ നിന്നും പിന്മാറണമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. ഈ അനാവശ്യമായ വിവാദമാണ്. ഗവർണർ ഈ കാര്യത്തിൽ കുറെ കൂടി ഉന്നത നിലവാരം പുലർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇതിൻ്റെ പേരിൽ ഒരു ഏറ്റുമുട്ടൽ അനാവശ്യമാണ്. RSSൻ്റെ പതാക പിടിച്ചുകൊണ്ടുള്ള ഭാരതാംബയെ അംഗീകരിക്കാൻ മറ്റുള്ളവർക്ക് സ്വാഭാവികമായി ബുദ്ധിമുട്ടുണ്ടാകും. എല്ലാവരും ഭാരതാംബയെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ RSSൻ്റെ കൊടി കൈപിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു നീക്കത്തിൽ നിന്ന് ഗവർണർ തന്നെ പിന്മാറണം. അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കാരണം ഇതിൻ്റെ പേരിൽ കേരളത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും പരസ്പര വൈര്യം ഉണ്ടാക്കുന്നതുമായ നടപടി ശരിയല്ല. അതുകൊണ്ട് ഗവർണർ ഈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് ഈ വിവാദത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിൽ ചേർന്ന ഒരു നടപടിയല്ല. ഒരു ഗവർണർമാരും ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹവും ഇത് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാവുകയും തമ്മിലടിക്കുകയും പോലീസിൻ്റെ ഇടപെടൽ വേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന നടപടി തെറ്റാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് ഈ പ്രശ്നം ഒഴിവാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. മന്ത്രി പി പ്രസാദിനെ പ്രശംസിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കാർഷിക സർവകലാശാല വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങിലാണ് ഗവർണർ മന്ത്രിയെ പ്രശംസിച്ചത്. തൻ്റെ പ്രിയ സുഹൃത്ത് പ്രസാദ് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ഈ ചടങ്ങിൻ്റെ പ്രാധാന്യം അറിഞ്ഞതുകൊണ്ടാണെന്നാണ് ഗവർണർ പറഞ്ഞത്. He was aware that today is the function. He could have avoided by saying that yes, I have got now jet lag and all that. No, I can't. But he has given importance to your achievements. He has said that no, my students have done something. They have achieved something. It is their success, and it will be failure on my part if I do not present myself there. That is greatness of our agriculture minister.
വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഗവർണറുമായി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് മന്ത്രി പി പ്രസാദ്. ബിരുദദാന ചടങ്ങ് തർക്കങ്ങൾക്ക് വേദിയാവാൻ പാടില്ല, തൻ്റെ നിലപാടിൽ മാറ്റമില്ല. ഭാരതാംബ ചിത്രമാണ് മുൻ പരിപാടിയിൽ വിഷയമുണ്ടായത്. ഔദ്യോഗിക പരിപാടിയിൽ ഇത്തരം ചിത്രങ്ങൾ പാടില്ല എന്നാണ് സർക്കാർ നിലപാട്. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ അത്തരം ശാഠ്യങ്ങൾ പിടിക്കാൻ പാടില്ല എന്നും മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ഗവർണർക്കൊപ്പം പങ്കെടുത്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക സർവകലാശാലയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും മറ്റ് അവാർഡുകളുമെല്ലാം പഠനത്തിൻ്റെ ഭാഗമായി നേടിയ കുട്ടികൾക്കുള്ള അവരുടെ ബിരുദദാന ചടങ്ങായിരുന്നു. ആ ചടങ്ങ് പോലുള്ളവരിടത്ത് മറ്റ് തർക്കങ്ങളുടെ വേദിയാവാൻ പാടില്ലാത്തതുമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു വേദിയായില്ല. അത് ഔദ്യോഗിക പരിപാടിക്കകത്ത് അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോഴും ചോദ്യം. കാരണം ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു ചിത്രമാണത്. ആ ഒരു ചിത്രം സർക്കാരിൻ്റെ പരിപാടിക്കകത്ത് ഉണ്ടാവണം എന്ന് ശാഠ്യം പിടിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. റോഡിലെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെട്ടിച്ച യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് MG റോഡിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. അമ്മ പത്മിനി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ കൗൺസിലർമാർ MG റോഡ് ഉപരോധിച്ചു. രാവിലെ 7:45 ദാരുണമായ സംഭവം. വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വരികയായിരുന്ന വിഷ്ണുദത്തും അമ്മ പത്മിനിയും റോഡിലെ കുഴിയിൽ നിന്നും മാറാൻ വേണ്ടി വാഹനം വെട്ടിച്ചപ്പോഴാണ് സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് വീണത്. വിഷ്ണുദത്തിന്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതര പരിക്കുകളോടെ അമ്മ പത്മിനിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിനു പിറകെ വൻ പ്രതിഷേധമാണ് തൃശൂർ MG റോഡിൽ നടന്നത്. കോൺഗ്രസ് BJP കൗൺസിലർമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡുകളുടെ ശോചനീയാവസ്ഥ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും നടപടിയെടുത്തില്ലെന്നുമാണ് ആക്ഷേപം. കസ്റ്റഡിയിലെടുക്കാനുള്ള പോലീസിന്റെ ശ്രമത്തെ മണിക്കൂറുകളോളം കോൺഗ്രസ് BJP പ്രവർത്തകർ ചെറുത്തു. ഇതിനിടെ MG റോഡിൽ വൻ ഗതാഗത കുരുക്കുമുണ്ടായി. സംഭവത്തിൽ തൃശൂർ മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കോർപ്പറേഷനെതിരെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ. മലപ്പുറം മുണ്ടേരി വാണിയമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇന്നലെ രാവിലെ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം ചാലിയാറിലെ കനത്ത ഒഴുക്കിനെ തുടർന്ന് ആശുപത്രിയിലെത്തിക്കാൻ സാധിച്ചിരുന്നില്ല. NDRF ഇന്ന് രാവിലെയാണ് മൃതദേഹം പുറത്തെത്തിച്ചത്. 2019 പ്രളയത്തിൽ പാലം തകർന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ വാണിയമ്പുഴ ആദിവാസി നഗറിലെ ബില്ലി ഇന്നലെ രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടാനകൾ പരിസരത്ത് നിന്ന് മാറിയതിനു ശേഷം വൈകിട്ടോടെയാണ് മൃതദേഹം വനം വകുപ്പിന്റെ ഓഫീസിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. എന്നാൽ ചാലിയാറിലെ കനത്ത ഒഴുക്ക് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് തടസ്സമായി. മൃതദേഹം കൊണ്ടുവരാൻ പോയ ഫയർഫോഴ്സ് സംഘത്തിന്റെ ഡിങ്കി ബോട്ട് ഇതിനിടെ ചാലിയാറിൽ ഒഴുക്കിൽപ്പെട്ട് മറിഞ്ഞു. പുഴക്കരെ കുടുങ്ങിയ 7-അംഗ ഫയർഫോഴ്സ് സംഘത്തെ രാത്രി ഏറെ വൈകിയാണ് NDRF സംഘം ശ്രമകരമായി തിരിച്ചെത്തിച്ചത്. തുടർന്ന് ഇന്ന് രാവിലെ NDRF പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെ ബില്ലിയുടെ മൃതദേഹം പുറത്തെത്തിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്ന മേഖലയാണ് വാണിയമ്പുഴ. അച്ഛൻ ഞാൻ ഓടി വന്ന പിന്നെ ഞങ്ങൾ പിന്നാലെ ആന പോകുന്നു. ആന ഞങ്ങൾ വിട്ടിട്ടില്ല. പിന്നെ ആന പിന്നെ തന്നെ കുറേ വൈകി. ഒരു ബോട്ടൊന്നും അക്കരക്കും വിടാൻ പറ്റില്ലായിരുന്നു. പിന്നെ ബോട്ട് അവിടെ തന്നെ പറഞ്ഞ് വെച്ചു. പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ കാട്ടാനെ കുറച്ച് ഞങ്ങൾ വീട്ടിൽ മറ്റേ പായക്കരല്ലേ അത് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ മഴക്കാലമായാലും അതിൻ്റെ ഒച്ച പറഞ്ഞാൽ പുറത്തേക്ക് ഒച്ച പറഞ്ഞ് കേൾക്കില്ല. ആന വന്നാലും പുലി വന്നാലും ഞങ്ങൾ അറിയില്ല. പ്രളയത്തിൽ തകർന്ന പാലത്തിന്റെ നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. കാലവർഷം കറുത്തോടെ പ്രദേശം വലിയ പ്രളയ ഭീഷണിയാണ് നേരിടുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. ചൂരൽമലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ദുരന്തബാധിതരുടെ പ്രതിഷേധത്തിൽ വില്ലേജ് ഓഫീസറെയും സംഘത്തെയും തടഞ്ഞ നാട്ടുകാർക്കെതിരെ കേസെടുത്ത പോലീസ്. വെള്ളാർമല വില്ലേജ് ഓഫീസർ A. അജീഷിനെ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയിലാണ് ചൂരൽമല സ്വദേശികളായ 6 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മേപ്പാടി പോലീസ് കേസെടുത്തത്. CPI നേതാക്കളുടെ സമ്മർദ്ദത്തിലാണ് ദുരന്തബാധിതർക്കെതിരെ പോലീസ് കേസെടുത്തതെന്ന് T. സിദ്ദിഖ് MLA ആരോപിച്ചു. കനത്ത മഴയെ തുടർന്ന് ജോലിയില്ലാതാകുന്ന ഉരുൾ ദുരന്തബാധിതരായ തൊഴിലാളികൾക്ക് ദിനപത്തയായി 300 രൂപ അനുവദിക്കണമെന്നും വില്ലേജ് ഓഫീസർ ദുരന്തബാധിതരെ സംബന്ധിച്ച് തെറ്റായ റിപ്പോർട്ട് നൽകിയെന്നും ആരോപിച്ചായിരുന്നു ഇന്നലെ തോട്ടം തൊഴിലാളികളടക്കമുള്ള ചൂരൽമലക്കാർ വില്ലേജ് ഓഫീസർ, ദുരന്ത നിവാരണ സ്പെഷ്യൽ ഓഫീസർ അശ്വിൻ P. കുമാർ അടക്കമുള്ളവരെ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തിനിടെ തനിക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നുവെന്നാണ് വില്ലേജ് ഓഫീസറുടെ പരാതി. ഇതിലാണ് മേപ്പാടി പോലീസ് കേസെടുത്തിരിക്കുന്നത്.
6 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. CPM നേതാക്കളുടെ സമ്മർദ്ദത്തിന് പോലീസ് വഴങ്ങിയെന്ന് ടി സിദ്ദിഖ് MLA ആരോപിച്ചു. ഇന്നലെ പ്രതിഷേധിച്ചതായിരിക്കുന്ന ദുരന്തബാധിതരെ ഡയറക്റ്റും ഇൻഡയറക്റ്റായി ബാധിച്ച ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ്. CPIM-ന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ, ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ ഇടപെട്ടാണ് ഈ കേസ് ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. അതേസമയം ദുരന്തബാധിതരെ പ്രതിചേർത്ത പോലീസ് നടപടി UDF രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. മേപ്പാടിയിൽ UDF നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നു. ദുരന്തബാധിതർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നാണ് UDF ആവശ്യം. അമൃത ന്യൂസ്, വയനാട്. ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശദീകരണവുമായി നടൻ ജോജു ജോർജ്. സിനിമയ്ക്കോ കഥാപാത്രത്തിനോ എതിരില്ല എന്നും ഫെസ്റ്റിവലിന് വേണ്ടി നിർമ്മിച്ച സിനിമയാണ് ഇതെന്നും പറഞ്ഞതുകൊണ്ടാണ് ചുരുളിയിൽ അഭിനയിച്ചതെന്നും ജോജു പറഞ്ഞു. എന്നാൽ ചിത്രത്തിലെ അസഭ്യ സംഭാഷണങ്ങളുടെ ഉത്തരവാദിത്വം മുഴുവൻ തൻ്റെ തലയിലായി. ലിജോ ജോസ് പെലശ്ശേരി പുറത്തുവിട്ട തുണ്ട് കടലാസല്ല, എഗ്രിമെൻ്റ് പുറത്തുവിടണമെന്നും ജോജു ആവശ്യപ്പെട്ടു. ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തെറിയില്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ IFFK അന്നിട്ട് ഫെസ്റ്റിവലിനൊന്നും ആ വേർഷൻ, തെറിയുള്ള വേർഷൻ പോലും IFFK വന്നില്ല. പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരത് OTT വിട്ടു, തെറിയുള്ള വേർഷൻ. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ തവിട് പോലെയായി. ഞാൻ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത്, അതായത് ഒരു മാസം കഴിഞ്ഞ് ഉറങ്ങുന്ന സമയത്ത്, തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ്. പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത്. ഇതൊക്കെ അങ്ങനെ നടന്നു. ആ സിനിമ റിലീസ് അതെല്ലാം ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു. എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. അത് എൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കൊരു കേസ് വന്നു. ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു. ഈ നിമിഷം വരെ എന്നെ അതിൽ തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അത് എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി. അപ്പം സെൻസർ ബോർഡ് റിവൈസ് കമ്മിറ്റി കണ്ടിട്ടും ജാനകിക്ക് വെട്ടെന്ന് സംവിധായകൻ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ്സ് ഓഫ് കേരളയുടെ പേരുമാറ്റം റിവൈസ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടുവെന്ന് സംവിധായകൻ പ്രവീൺ നാരായൺ പറഞ്ഞു. സംവിധായകൻ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. സിനിമ ഇന്ന് കമ്മിറ്റിക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഖാലിദ് റഹ്മാന്റെ ചിത്രം ബി രാഗേഷിന്റെ പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിക്കുന്നതിനെതിരെ വിമർശനം. ലഹരി കേസ് പ്രതിയുടെ ചിത്രം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നിർമ്മിക്കുന്നുവെന്നാണ് വിമർശനം. അസോസിയേഷൻ സെക്രട്ടറിയുടെ പൊയ്മുഖം പുറത്തുവന്ന് എന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് സോഷ്യൽ മീഡിയയിലൂടെയും പ്രതികരിച്ചു. സിനിമയിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന സത്യവാങ്മൂലം നിലവിൽ വന്ന ദിവസമാണ് പുതിയ സിനിമയുടെ പ്രഖ്യാപനവും. രണ്ടായിരത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. അക്കാദമി വിശിഷ്ടാംഗത്വവും സമഗ്ര സംഭാവന പുരസ്കാരവും എൻഡോവ്മെന്റ് അവാർഡുകളുമാണ് പ്രഖ്യാപിച്ചത്. ഉപന്യാസത്തിന് എം സ്വരാജിന് അവാർഡ് ലഭിച്ചു. പൂക്കളുടെ പുസ്തകം എന്ന ഉപന്യാസത്തിനാണ് എം സ്വരാജിന് പുരസ്കാരം ലഭിച്ചത്. സമഗ്ര സംഭാവനയ്ക്ക് PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, MM നാരായണൻ, TK ഗംഗാധരൻ, KEN കുഞ്ഞഹമ്മദ്, മല്ലിക യൂണിസ് എന്നിവർക്കാണ് അവാർഡ് ലഭിച്ചത്. നോവലിന് GR ഇന്ദുഗോപൻ അവാർഡ് കരസ്ഥമാക്കി. അനിതാ ഗോപിയാണ് മികച്ച കവിതയ്ക്കുള്ള അവാർഡ് നേടിയത്. മികച്ച നാടകത്തിന് ശശിധരൻ നടുവിൽ അവാർഡ് കരസ്ഥമാക്കി. വൈജ്ഞാനിക സാഹിത്യത്തിൽ ദീപക് P അവാർഡ് നേടി. ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ ഡോക്ടർ K രാജശേഖരൻ നായർ അവാർഡ് നേടി. എം സ്വരാജിന് പുറമെ സലീം ഷെരീഫ്, ദുർഗാപ്രസാദ്, ഡോക്ടർ ES ശ്രീകുമാർ, ഡോക്ടർ സൗമ്യ KC തുടങ്ങിയവർ എൻഡോമെന്റ് പുരസ്കാരങ്ങളും കരസ്ഥമാക്കി. മഞ്ചേശ്വരം വെർക്കോടിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മകനെ പോലീസ് കർണാടകയിൽ വച്ച് പിടികൂടി. നെലങ്കരിയിലെ ഹില്ല മന്ദാരയെ അതിദാരുണമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകൻ മെൽവിനെ മഞ്ചേശ്വരത്ത് നിന്നും 200 കിലോമീറ്റർ അകലെ വെച്ചാണ് പോലീസ് പിടികൂടിയത്. സംഭവശേഷം മെൽവിൻ മന്ദാരോ പ്രദേശത്ത് നിന്ന് പുലർച്ചെ രക്ഷപ്പെടുകയായിരുന്നു. ഹിൽഡ മന്ദാരയുടെ മൃതദേഹം കുറ്റിക്കാട്ടിൽ തള്ളിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അയൽവാസി ബന്ധുവുമായ ലോലിറ്റയെയും പ്രതി മെൽവിൻ ഗുരുതരമായി പൊള്ളലേൽപ്പിച്ചിരുന്നു. ലോലിറ്റയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടി എത്തിയപ്പോൾ മകൻ അമ്മയെ ചുട്ടുകൊന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു നാടിനെ ഞെട്ടിച്ച കൊലപാതകം നടന്നത്. നിർമ്മാണ തൊഴിലാളിയായ മെൽവിൻ സ്ഥിരം മദ്യപാനിയും
ലഹരിക്ക് അടിമയുമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. സ്ഥാപനത്തിൽ നിന്നും സാമ്പത്തിക തിരിമറി നടത്തി എന്ന കേസിൽ പ്രതികളായ വിനീത, ദിവ്യ, രാധ എന്നീ 3 പേരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിൽ നിന്നും 69 ലക്ഷം രൂപ ജീവനക്കാരികൾ തട്ടിയെടുത്തു എന്നാണ് കേസ്. അതേസമയം കൃഷ്ണകുമാറും മകളും തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്ന ജീവനക്കാരികളുടെ പരാതിയിൽ വ്യക്തമായ തെളിവില്ല എന്ന് കഴിഞ്ഞ ദിവസം പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇടുക്കി ജില്ലയിൽ കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര വിദ്യാലയം ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല. നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസുകൾ ഉൾപ്പെടെ നടത്തി ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിൽ പറയുന്നു. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ശക്തമായ മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. CBSE, ICSE കേന്ദ്ര വിദ്യാലയം, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല. എറണാകുളം ജില്ലയ്ക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മഴയും കണക്കിലെടുത്ത് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കൊലമുഖത്തലയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പടയപ്പ എന്ന് വിളിക്കുന്ന വിഷ്ണു വിശാഖിനെയാണ് പിടികൂടിയത്. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിൽപ്പന നടത്തി വന്നയാളാണ് പ്രതി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. അറസ്റ്റിലായവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചാത്തന്നൂർ ഡാൻസ് ഓഫ് ടീം വിഷ്ണുവിനെ പിടികൂടിയത്.